അസ്സലാമു ഇന്ന് ഞാനൊരു സ്വീറ്റ് റെസിപ്പിയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. മധുരം ഇഷ്ടമുള്ള എല്ലാവർക്കും ഇതെന്തായാലും ഇഷ്ടമാവും. മധുരം ഇഷ്ടമുള്ളവർക്ക് എത്ര കഴിച്ചാലും മതിയാവാത്ത ഒരു സ്വീറ്റാണിത്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പാലും ബ്രെഡും വെച്ചാണ് നമ്മളിത് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നത്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ വീഡിയോൻ്റെ തൊട്ട് താഴെ സബ്സ്ക്രൈബിന് റെഡ് കളറിലൊരു ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ തൊട്ടടുത്ത ഒരു ബെല്ലിൻ്റെ പടം വരും, അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ ഞാനിവിടെ പാല് തിളപ്പിക്കാൻ വെക്കുന്നുണ്ട്. 1 ലിറ്റർ പാലാണ് ഞാൻ എടുക്കുന്നത്. അത് നന്നായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് നമ്മൾ വറ്റിച്ച് ഇതിൻ്റെ കാൽ ഭാഗമാക്കി മാറ്റണം. അപ്പോൾ നല്ല കട്ടിയുള്ള നല്ല ക്രീമി ആയിട്ടുള്ള പാല് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു 10-20 മിനിറ്റ് എടുക്കും. നമ്മൾ ഇതിനു വേണ്ടി മാത്രം സമയം കളയേണ്ട. നമ്മൾ വേറെ എന്തെങ്കിലും ജോലി ചെയ്യുന്ന സമയത്ത് ഇത് അടുപ്പിലങ്ങ് വെച്ചാൽ മതി. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഈ സൈഡിലൊക്കെ ഒരു പാട കെട്ടിയിട്ടുണ്ടാവും, അത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എന്നിട്ട് അത് പാലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ നല്ല ക്രീമി ആയിട്ടുള്ള പാല് നമുക്ക് കിട്ടുള്ളൂ. അല്ലാതെ സൈഡിൽ അങ്ങനെ ഒട്ടിപ്പിടിച്ച് കിടക്കരുത്. ഇപ്പോൾ പാൽ ഏകദേശം അരഭാഗം വറ്റിയിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തോട്ട് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഞാൻ ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ചേർത്താൽ മതി, മധുരം നോക്കിയിട്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു 10-12 പിസ്ത ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 10-12 ബദാം, കുറച്ച് കാഷ്യൂനട്ട്, ഇതെല്ലാം ചെറിയതായിട്ട് അരിഞ്ഞിട്ടാണ് ചേർത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ ഏലക്കാപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ കുങ്കുമപ്പൂ നിങ്ങൾക്ക് പാലിൽ ചേർത്ത് കൊടുത്താലും നല്ലതാണ്. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഞാനിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല, പ്ലെയിൻ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇത് നല്ല ടേസ്റ്റിയാണ്. നമ്മളിത് മുഴുവനായിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്യാനായിട്ട്. കൂടുതൽ ഫ്ലെയിം വെച്ച് ചെയ്യരുത്. ഇപ്പോൾ നമ്മുടെ പാല് വറ്റി കാൽ ഭാഗമായിട്ടുണ്ട്. അങ്ങനെ ആവുന്ന സമയത്ത് ഇത് പതഞ്ഞ് വരും. അപ്പം നല്ല ക്രീമി ആയിട്ടാണ് പാലുണ്ടാവുക. പിന്നെ ഇതിന് അധികം നമ്മൾ വേവിക്കേണ്ട ആവശ്യമില്ല, ഇത്രയും തന്നെ മതിയാവും. കാരണം ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടി ഇതൊന്ന് കട്ടിയാവും. അപ്പോൾ നമുക്ക് ഈ ഒരു പരുവത്തിലെടുത്തിട്ട് നമുക്ക് തീ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ പതഞ്ഞ് വരുന്ന സിറ്റുവേഷൻ ആകുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്താൽ മതി. ഇനി ഇത് മുഴുവനായിട്ട് ചൂടാറണമെന്നില്ല, നമുക്കിത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ്. അപ്പോൾ ചെറിയ ചൂടിൽ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 4-5 സ്ലൈസ് ബ്രെഡ് എടുക്കുക. ഇത് ഇതുപോലെ ഒന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. ബ്രെഡിന് ഓൾറെഡി ഹോൾ ഉണ്ട്, ഞാൻ ഉണ്ടാക്കിയ ഹോളല്ല. ഇതുപോലെ നമുക്ക് 1-2 ബ്രെഡ് കട്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ നമ്മുടെ പാൽ ഇവിടെ നല്ലോണം ചൂടാറിയിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ചൂടേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മുടെ ബ്രെഡ് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ നമ്മൾ ഇതിൽ നിന്ന് എടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ജസ്റ്റ് അതിനകത്ത് ഇട്ട് ഒന്ന് 2 സൈഡും ഒന്ന് ഡിപ്പ് ചെയ്യുക. എന്നിട്ട് നമുക്കതങ്ങ് എടുക്കാം. എൻ്റെ ആദ്യത്തെ തന്നെ പൊട്ടിപ്പോയി, കാരണം നല്ലപോലെ സോക്കായിപ്പോയി. അപ്പോൾ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് അത് പൊട്ടാതെ തന്നെ എടുക്കണം എന്ന് പറഞ്ഞത്. കണ്ടോ, അത് എൻ്റെ എടുത്തപ്പോൾ തന്നെ പൊട്ടിപ്പോയി. ഇപ്പോൾ രണ്ടാമത്തത് ഞാൻ കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമുക്ക് ഇതുപോലെ ഒരു 5-6 ബ്രെഡൊക്കെ ഇതിലിട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. കുട്ടികൾക്കിത് ഭയങ്കര ഇഷ്ടമാവും, അത്ര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ സൈഡിലൊക്കെ ആയിട്ട് ഞാൻ അതിൻ്റെ ബാക്കിയുള്ള ഗ്രേവിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബദാമും പിസ്തയൊക്കെ വെച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ തണുപ്പിച്ചും കഴിക്കാവുന്നതാണ്, പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ഇളം ചൂടോടെ കഴിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് ബ്രെഡ് ഇരിക്കുന്നത്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്താൽ മാത്രം പോരാ, എന്നിട്ട് അഭിപ്രായവും പറയണം. കുട്ടികളുടെ അഭിപ്രായമൊക്കെ പറയുക. കണ്ടില്ലേ, നല്ല ക്രീമി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കോൺടെസ്റ്റിൻ്റെ റിസൾട്ട് ഞാൻ നാളെ ഇടുന്നതായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വീക്ക് തന്നെ ഇടാന്നുള്ളത്. അപ്പോൾ നാളെ ഞാൻ അതിൻ്റെ റിസൾട്ട് ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാമെന്ന് എനിക്കറിയാം. അപ്പോൾ ഇനി മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു ഫോർ വാച്ചിങ്.